ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമ ഉദയചന്ദ്രന്റെ തടിമിലേക്ക് ചെന്നിരിക്കണേ. ആരാ ഈ വരുന്നത്? ഇതെന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോ ഭാമ, ഉപേന്ദ്ര, ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങളെ ദ്രോഹിക്കരുത്, ഞങ്ങളുടെ കുടുംബം തകർക്കരുത്. ഉപേന്ദ്രൻ ചിരിക്കും. എന്താ ഏട്ടത്തിയമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്നും എന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും നല്ലത് വരണമെന്ന് മാത്രം കരുതി ജീവിച്ചയാളാ. എന്റെ ഏട്ടന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ, അറിയോ? ഞാനും എന്റെ ഏട്ടനും രാമലക്ഷ്മണന്മാരെ പോലെ കഴിഞ്ഞവരാ. ആ ഏട്ടത്തി ഒരു അന്യനെ പോലെ എന്നെ കാണുന്നതിലേ എനിക്ക് പരാതിയുള്ളൂ. ഭാമാറി, ഉപേന്ദ്ര, നീ പറഞ്ഞത് കറക്റ്റാ. നിന്റെ ചേട്ടൻ രാമൻ തന്നെയാണ്. അയോധ്യ വിട്ടിറങ്ങാൻ പോകുന്ന രാമൻ. വനവാസത്തിന് പകരം ഇത് പക്ഷെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തെരുവാണെന്ന് മാത്രം. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നീ ഈ സാഹസത്തിൽ നിന്ന് പിന്തിരി. എല്ലാ വഴികളും മുട്ടിയതിനു ശേഷമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സഹായിക്കണം. ഉപേന്ദ്രൻ പറയും, ഏട്ടത്തി ഇപ്പോഴും എന്നെ സംശയത്തിന്റെ കണ്ണിലാ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും നന്മ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ എവിടെ ഒരു പാളിച്ച വന്നു. ആ പാളിച്ച എനിക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മനസ്സ് വെച്ചാൽ പൂർണ്ണമായി ഇല്ലാതാക്കാനും പറ്റും. അയോധ്യ വിട്ടിറങ്ങുന്ന രാമനെ കണ്ടുകൊണ്ട് ലക്ഷ്മണന് കയ്യും കെട്ടി മാറി നിൽക്കാൻ പറ്റുമോ? ഭാമയ്ക്ക് സന്തോഷമാവും. എങ്കിലും ഉപേന്ദ്ര, നിനക്ക് 100 പുണ്യം കിട്ടും. ഉപേന്ദ്രൻ പറയും, എനിക്ക് എന്തിനാ ഏട്ടത്തി പുണ്യം? ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നത് എന്ത് ഉപേന്ദ്രൻ ആഗ്രഹിക്കും. അത് കിട്ടാനായി ശ്രമിക്കുകയും ചെയ്യും. എനിക്ക് പുണ്യം വേണ്ട. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപേന്ദ്രൻ പറയും, തുറന്നു പറയാലോ. വർഷങ്ങളായി ഉള്ളിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന മോഹ എന്നെങ്കിലും ഒരിക്കൽ സാധിക്കാന്ന് കരുതി. രാഘവേട്ടനെ കളഞ്ഞ് നീ എന്റെ കൂടെ ജീവിക്കണം. ഇത് കേൾക്കുന്ന ഭാമ അങ്ങ് ഞെട്ടിപ്പോവാ. എന്റെ ഭാര്യയായിട്ട് ഭാമയ്ക്ക് ഇപ്പൊ അങ്ങ് ദേഷ്യം വരും. പറ്റുമോ എന്ന് ചോദിക്കലും ഭാമയുടെ കയ്യിൽ നിന്ന് കരണക്കുറ്റി നോക്കിയൊന്ന് കിട്ടുകയാണ് ഉപേന്ദ്രന്. ആ ഒരൊറ്റടിക്ക് തന്നെ ഉപേന്ദ്രൻ തിരിഞ്ഞങ്ങ് വീഴും. ഭാമ ബാക്കിൽ കൈ കെട്ടും. എന്നിട്ട് ഒരു കൈ കൊണ്ട് വിരൽ ചൂണ്ടിയിട്ട് പറയും, നീ ലക്ഷ്മണനാണെന്ന് പറഞ്ഞല്ലോ. നിന്റെ ചേട്ടൻ രാമനും. ഏത് കഥയിലാടാ ലക്ഷ്മണൻ സീതാദേവി ആഗ്രഹിച്ചത്? എടാ, സീതാദേവി ലക്ഷ്മണന്റെ അമ്മയായിരുന്നടാ. അമ്മ എന്ന വാക്കുപോലും നിന്നെപ്പോലുള്ളവന്മാർക്ക് ഉച്ചരിക്കാൻ അർഹതയില്ലാത്തതാ. കാരണം അതിനൊരു പവിത്രതയുണ്ട്. നിന്നെപ്പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഡാ, നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോളറിൽ പിടിച്ച് ഒറ്റ എന്തു കൊടുക്കും. ഇനി നീ ഞങ്ങളുടെ പിന്നാലെ വന്ന് സഹായിക്കാന്ന് പറഞ്ഞാലോ? ഞങ്ങൾക്കത് വേണ്ടടാ. കാരണം നിന്റെ മനസ്സ് ഇത്രയ്ക്കും ദുഷിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. അതിൽ ഉപേന്ദ്രൻ അവിടുന്ന് എഴുന്നേറ്റ് പറയും, അതെ, പകയാണ്. നിന്നെ കിട്ടാത്തതിന്റെ പക. എന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും എന്റെ ഇഷ്ടത്തെ തഴഞ്ഞ് നിന്നെ സ്വന്താക്കിയപ്പോ എന്റെ ഏട്ടൻ കരുതിയത് ഞാനെല്ലാം മറക്കുന്നതാണ്. പക്ഷെ ഞാനത് മനസ്സിനകത്തിട്ട് വളർത്തി വലുതാക്കി. ഊതിക്കാച്ചിയ മിന്നുപോലെ പുതുക്കിയെടുത്തു, ഇതുപോലെ തിരിച്ചടിക്കാൻ. ഡാ, അപ്പൊ നീ പക വീട്ടാൻ തന്നെ വന്നതാണല്ലേ? ഉപേന്ദ്രൻ പറയും, പിന്നെ എന്ത് കരുതി നീ? നിന്നോട് നിന്റെ ഭർത്താവിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് സ്നേഹപ്പുഴ ഒഴുക്കാനാണെന്നോ? ഇത് മധുര പ്രതികാരാണ്. സ്നേഹം നഷ്ടപ്പെട്ടവന്റെ ആത്മാഭിമാന പക. ഇതിന് കൂടെയുള്ളൂ. നീ കൊട്ടയും വട്ടിയും മാറാപ്പുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോ ഇതിനൊരു അന്ത്യം വരും. നിന്റെ മധുര പ്രതികാരം ഞാൻ വരവ് വെച്ചു. ഇനി ഇതിനൊരു മറുപടി വേണല്ലോ. അത് നിനക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. എപ്പോ വേണമെങ്കിലും ഒരുങ്ങിയിരുന്നു. നീ ആണായി പറഞ്ഞവന്റെ അംഗപ്പുറപ്പാട് പ്രതീക്ഷിച്ചുകൊണ്ട്. അതെ ഉപേന്ദ്രനെ, ഉണരുമ്പോ കാണുന്നതാ ലോകം. അതിനപ്പുറത്തേക്കും ചിന്തയില്ല, ഇപ്പുറത്തേക്കും ചിന്തയില്ല. അതുകൊണ്ട് കൊച്ചു കൊച്ചു ഭീഷണിയൊന്നും എനിക്ക് ഏശുകയില്ല. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഭാമാറിയും, പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. എങ്ങനെയാണ് നീ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്റെ ചാവടിയന്ത്രം ഇവിടെ വെച്ചായിരിക്കോ അതോ മലേഷ്യയിൽ വെച്ചായിരിക്കോ? നീ ഓർത്തു വെച്ചോ, ആ സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ. കരുതിയിരുന്നു നീ എന്ന് പറഞ്ഞിട്ട് ഭാമ കിടന്ന് പോകും. ഉപേന്ദ്രൻ പറയും, ഏൽക്കുന്നുണ്ട്. ആരാ കരുതിയിരിക്കേണ്ടതെന്ന് നമുക്ക് കാണാം. ഭാമ ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോഴും ഉപേന്ദ്രന്റെ ചതി അത് മാത്രമാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുട്ടികളുടെ സ്കൂളിലാണ്. സത്യം ഇങ്ങനെ അവിടെ പുറത്തൊരു സീറ്റിലിരുന്ന് വിഷ്ണു വീട്ടിൽ വന്നപ്പോ കാണിച്ച ആ ഒരു സ്നേഹത്തെ കുറിച്ച് ആലോചിക്കാണേ. ബിഗ് ഫ്രണ്ട് ഒന്ന് വീട്ടിൽ വന്നപ്പോ എന്തൊരു സ്നേഹമായിരുന്നു. മോളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് എന്തോരു ഉമ്മയെ എനിക്ക് തന്നത്. അതുപോലെ തന്നെ അന്ന് ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ജയിപ്പിച്ചതൊക്കെ ആലോചിക്കും. അന്ന് എനിക്ക് വേണ്ടി മാത്ര ബിഗ് ഫ്രണ്ട് ഓട്ട മത്സരത്തിന് വന്നതും എന്നെയും പപ്പയെയും എടുത്ത് ഓടി ജയിച്ചതും. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും, സത്യേ, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി എന്ന് പറഞ്ഞ പപ്പി വരുന്നത്. സത്യ എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? അത് പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ പപ്പിക്കും അതെന്ത് കാര്യം എന്നോടും കൂടെ പറയുന്നേ. ഞാൻ ആലോചിച്ചത് ബിഗ് ഫ്രണ്ടിന്റെ കാര്യ. സത്യം എന്തിനാ വിഷ്ണു അച്ഛനെ ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്? എന്നെ പോലെ വിഷ്ണു അച്ഛന്ന് വിളിക്കാൻ പാടില്ലേ? സത്യം പറയും, അത് പിന്നെ ഞാൻ ആദ്യം വിളിച്ച് ശീലിച്ചു പോയില്ലേ. അത് ശരിയാണല്ലോ. അല്ല, എന്ത് കാര്യ ബിഗ് ഫ്രണ്ടിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ബിഗ് ഫ്രണ്ട് എന്റെ വീട്ടിൽ വന്നിരുന്നു പപ്പി. എന്നെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മയൊക്കെ തന്നു. അങ്ങനെ എടുത്തു പൊന്തിച്ചതും അവര് കറങ്ങാൻ പോയതൊക്കെ പറയും. അന്ന് എന്താന്നറിയില്ല, എന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും പപ്പി ആലോചിക്കുന്നത് ശാലിനിക്ക് അന്ന് വാക്കുകൊടുത്ത കാര്യ. എന്റെ സത്യ, അത് നിനക്ക് ആരാണെന്ന് എനിക്കിപ്പോ പറയണമെന്നുണ്ട്. പക്ഷേ ചേച്ചിയമ്മക്ക് ഞാൻ വാക്കുകൊടുത്തോണ്ട്
എനിക്കിപ്പോ പറയാനാവില്ല. പക്ഷേ നിന്റെ ഈ സങ്കടം കണ്ടിട്ട് പറയാതിരിക്കാനും ആവുന്നില്ല. എന്നോട് ക്ഷമിക്ക് സത്യയെ, നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാനും എനിക്കാവൂ. അപ്പൊ സത്യ പറയും, എനിക്കെന്റെ അച്ഛനെ വിളിക്കണം പപ്പി. ബിഗ് ഫ്രണ്ട് എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് എന്റെ അച്ഛൻ അടുത്തുണ്ടെങ്കിലെന്ന് ആഗ്രഹം ഉണ്ടായിപ്പോയി. ബിഗ് ഫ്രണ്ട് എന്നെ കെട്ടിപ്പിടിച്ചപ്പോ എന്റെ അച്ഛൻ എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചതുപോലെയാ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാ അച്ഛനെ വിളിക്കണം എന്ന് പറഞ്ഞത്. എത്ര തിരക്കുണ്ടെങ്കിലും വരാനായിട്ട് പറയണം, എനിക്ക് കാണാൻ എന്റെ അച്ഛനെ. പപ്പിയറും എങ്കിൽ സ്കൂളിൽ വിടുന്ന സമയത്ത് സത്യയുടെ അച്ഛൻ വിളിച്ചിരിക്കും. സത്യം പപ്പിയറും ഉറപ്പായിട്ടും വിളിച്ചിരിക്കും. അതിങ്ങനെ പപ്പിക്ക് പറയാൻ പറ്റും? പപ്പിയറും അതൊക്കെ ഉണ്ട് നോക്കിക്കോ. സത്യ ആഗ്രഹിക്കുന്ന സമയത്ത് സത്യയുടെ അച്ഛൻ സത്യയെ വിളിച്ചിരിക്കും. സത്യവരും എങ്കിൽ നാളെ തന്നെ ഞാൻ എന്റെ അച്ഛനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഞാനും എന്റെ അച്ഛനും അമ്മയും കൂടെ പാർക്കിലും ബീച്ചിലും എല്ലായിടത്തും പോകും. എന്നിട്ട് ഞാൻ അച്ഛനെ ജോലിക്ക് വിടും. പപ്പി വിചാരിക്കും, അപ്പോ ഇന്ന് സ്കൂളിൽ വിടുന്ന സമയത്ത് സത്യയുടെ അച്ഛന്റെ ശബ്ദത്തില് സത്യ വിളിക്കണം. പപ്പി ആലോചിച്ചോണ്ടിരിക്കാണല്ലോ. സത്യക്കും എന്താ പപ്പി ആലോചിക്കുന്നത്? ഒന്നുമില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം, ബെല്ലടിക്കാറായി. ആ ശരി വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്നിട്ട് കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിതയുടെ വീട്ടിലാണ്. അവിടെ സുസ്മിത രോഹിത്തിന് മദ്യം ഒഴിച്ചു കൊടുക്കാണ്. ഓൾറെഡി രോഹിത് ഇപ്പോ നല്ല ഫിറ്റ് ആണ്. ഇതേ സമയം ജഗദീപ് ആണെങ്കിൽ അവിടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഡൈനിങ് ടേബിളിൽ ഇരിക്കണേ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന കാണുമ്പോൾ വല്ലാത്ത കൊതിയൊക്കെ ഉണ്ട്. സുസ്മിത നന്നായി രോഹിത്തിനെ സൽക്കരിക്കണേ. നല്ല ചൂടുള്ള സമയത്ത് ഐസിട്ട് ഇതുപോലൊരെണ്ണ അകത്തേക്ക് ചെല്ലുമ്പോണ്ടല്ലോ, അതൊരാനന്ദം തന്നെയാ. നിന്റെ തലയിൽ ഇപ്പോ മൊത്തം ചൂട് കയറിയിരിക്കല്ലേ, ദാ തണുക്കട്ടെ, പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ രോഹിത് അത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ പറയുമ്പോ ഇതെല്ലാം കേട്ട് ജഗദീപ് ഇരിക്കുന്നുണ്ടല്ലോ, മെല്ലെ അങ്ങോട്ടും വരും. എന്താന്നറിയില്ല സുസ്മിതേ, എന്റെ തലയ്ക്ക് നല്ല ചൂടാ. ഞാനൊന്ന് തണുപ്പിച്ച കുഴപ്പമുണ്ടോ സുസ്മിതേ? അല്ല, അത് മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞോ? ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ടേ ഇന്നത്തെ ലഞ്ച് മുടങ്ങോ? സുസ്മിത ഒഴിച്ചു വെക്കും. എന്താന്ന് വെച്ചാ പോയി റെഡി ആക്കുക പറയും. അപ്പോഴേക്ക് ജഗദീപ് അതെടുത്ത് കുടിക്കുക, വെള്ളമൊന്നും ഒഴിക്കാതെ. ഇനിയെല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോകും. ഇത് സമയം ശ്യാമ ഫോൺ എടുത്ത് രോഹിത്തിനെ വിളിക്കണേ. ഈ സമയം ബെല്ലടിക്കുമ്പോ രോഹിത് മൈൻഡ് ചെയ്യുന്നില്ല. ജഗദീപ് പറയുക, നിന്റെ ഫോൺ ബെല്ലടിക്കുന്ന എടുക്ക്. അപ്പോ രോഹിത് മൈൻഡ് ചെയ്യുന്നില്ല. അത് അടിച്ചോളും, അവിടെ കിടന്ന് അടിച്ചോളും. എന്നാ അടിക്കട്ടെ, ഞാൻ അവിടെ പോയി അരിയാം, അല്ലെങ്കിൽ സൂസു എന്നെ അടിക്കും. രോഹിത് ആണെങ്കിൽ അത് എടുക്കുന്നേ ഇല്ല. കോള് കട്ടാകുമ്പോ വീണ്ടും വിളിക്കും. അപ്പോഴേക്ക് രോഹിത് വീണ്ടും മദ്യം എടുത്ത് കുടിക്കണേ. സുസ്മിത പറയും, രോഹിത്തെ വീണ്ടും ഫോൺ അടിക്കുന്നുണ്ടല്ലോ, അതെന്നെ ചതിച്ചവളാ, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവള്, എന്റെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസ്. ജഗദീപ് വിചാരിക്കും, എടാ പൊട്ടാ, നീ ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ളവളാ ഇപ്പൊ നിന്റെ മുന്നിലിരിക്കുന്നവള്. രക്തം ഊറ്റി കുടിക്കല്ല, ഗ്ലാസ്സിൽ സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കാൻ മിടിക്കുക അവള്. നീ അത് മനസ്സിലാക്കുന്നില്ലടാ മണ്ട. അങ്ങനെ സുസ്മിത ഇങ്ങനെ പകയോട് കൂടിയാണ് നിൽക്കുന്നത്. ആ കോള് കട്ടാവും. പിന്നെ ശ്യാമ വീണ്ടും വിളിക്കുന്നുണ്ട്. രോഹിത് എടുക്കുന്നില്ല. ആ കോള് സുസ്മിത അങ്ങ് അറ്റൻഡ് ചെയ്യുമ്പോ ശ്യാമയ്ക്ക് അറിയില്ലല്ലോ രോഹിത് എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക, രോഹിത് ഇപ്പൊ എവിടെയാണ്? സുസ്മിത പറയും, നരകത്തില്. ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ ശ്യാമ ഞെട്ടും. എടി ശ്യാമേ, ഇത് ഞാനാ സുസ്മിത. നീയൊക്കെ കൂടി രോഹിത്തിനെ ചതിച്ചൊരു വഴിക്കാക്കില്ലേ? എന്നിട്ടിപ്പോ കുശലാന്വേഷണം നടത്താൻ വിളിച്ചിരിക്കുക. ചത്തോ ഇല്ലയോന്ന് അറിയാനാണോടി നീ ഇപ്പൊ വിളിച്ചത്? ശ്യാമയ്ക്കൊന്ന് ദേഷ്യം വരും. അതെ, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി? ഞാൻ ആരോടെന്നും രോഹിത്തിന് ഞാൻ ആരായിരുന്നു എന്നും ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ. നിന്നെ അവനെ വേണ്ടാന്ന് ഊഹിച്ചൂടെ? ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്റെ അടുത്ത് വരുമോ? ശ്യാമയ്ക്ക് പേടിയാവുന്നുണ്ട്. എന്താ ദേഷ്യവും. സുസ്മിതേ, നീ മര്യാദയ്ക്ക് ഫോൺ രോഹിത്തിന് കൊടുക്ക്. എനിക്ക് പറയാനുള്ളത് രോഹിത്തിനോടാ, അല്ലാതെ നിന്നോടല്ല. സുസ്മിത പറയും, ഈ പി എന്നുള്ളതിന്റെ ഫുള്ള് പേഴ്സണൽ അസിസ്റ്റന്റ് എന്നാ. അതായത് പേഴ്സണൽ ആയിട്ടുള്ള കോൾ വരെ എടുക്കാൻ അധികാരമുള്ള ആള്. ഞാനിപ്പോ രോഹിത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്ന് അങ്ങ് വെച്ചോ. അങ്ങനെയാണെങ്കിൽ രോഹിത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയണം, എന്നിട്ട് ഞാൻ അത് അവനോട് പറയും. അതില് ജഗദീപ് വിചാരിക്കും, എടാ രോഹി, അവളുടെ ഭർത്താവെന്ന് പറയുന്നവൻ ദാ ഇവിടെ പച്ചക്കറി അരിഞ്ഞ് ഇരിപ്പുണ്ട്, അത് നിനക്ക് ഓർമ്മ വേണേ. ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. സുസ്മിതയ്ക്കും, എന്താടി നിന്റെ മിണ്ടാട്ടം നിന്ന് പോയോ? അവനോട് എന്തെങ്കിലും പറയാനുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ശ്യാമ വീണ്ടും മിണ്ടുന്നില്ല. അതിൽ സുസ്മിത പറയും, രോഹിത്തെ, ദാ നിന്റെ ശ്യാമ, നിനക്ക് അവളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ രോഹിത് പറയും, എനിക്ക് അവളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് ശ്യാമ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് ആകെ സങ്കടവും. മേലാർ എന്നെ വിളിക്കല്ലെന്ന് പറഞ്ഞേക്ക്. ഈ സ്നേഹവും പ്രേമൊക്കെ തോന്നണമെങ്കിൽ വെറും മരപ്പാവയോട് എങ്ങനെയാ തോന്നുക? ജീവനുണ്ടെന്ന് നമുക്കൂടെ തോന്നണ്ടേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് അങ്ങ് സങ്കടവും. ജഗദീപ് വിചാരിക്കും, ഇവിടെ ഈ ചെറുക്കന്റെ ജീവിതം കോഞ്ഞാട്ടിയാക്കണല്ലോ. ഇയാളുടെ ഭാര്യയെ കൊണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാനുള്ള സകല വഴിയും എന്റെ സഹധർമ്മിണി നോക്കുന്നുണ്ട്. കുടുംബം കേൾക്കാൻ ഇവളെ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. അങ്ങനെ ശ്യാമയോട് സുസ്മിത പറയും, രോഹിത്തിന്റെ നാവെന്ന് തന്നെ നിന്നോടുള്ള സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ കേട്ടല്ലോ. അവൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ലെന്നാ പറയുന്നത്. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ഈ സമയം ജഗദീപ് രോഹിത് ഒഴിച്ചു വെക്കുന്ന മദ്യം എടുത്ത് കുടിക്കുന്നുണ്ട്. സുസ്മിത പറയും, നിന്നെ ഇഷ്ടമില്ലാത്ത ഭർത്താവിനെ വരുതിയിൽ കൊണ്ടുവരാൻ നിയമത്തില് വല്ല പഴുതുകളും ഉണ്ടോ നോക്ക്. ഞാനും നോക്കാം, കിട്ടിയാ പറഞ്ഞുതരാം. എന്താ വെച്ചിട്ട് പോടി നിന്റെ പാട്ടിന്. അവൻ വരില്ല, നീ അവനെ പ്രതീക്ഷിക്കാൻ വേണ്ട.
വെച്ചോ എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യുമ്പോ ശ്യാമ അങ്ങ് പൊട്ടിക്കരയാ. ശ്യാമ ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് നെഞ്ചു പൊട്ടിക്കരയാണേ. ഇത് സമയം ജഗതി പറയും, അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി. ഈ പാപൊക്കെ ഇവിടെ എവിടെ കൊണ്ടുപോയി കഴുകി തീർക്കും എന്റെ ദൈവമേ. സുസ്മിത കേൾക്കുന്നുണ്ട്. നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ ജഗദീപേ? അപ്പോ ജഗദീപ് അടുത്ത് വന്നിട്ട് പറയും, സുസു നിന്റെ കൂടെ കൂടിയതിനു ശേഷം എന്റെ ജീവിതവും പോയി, ഇവന്റെ ജീവിതം കൂടെ തുലക്കണോ? നോക്ക്, തമ്മില് തല്ലിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒന്നിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. സുസ്മിത പറയും, അത് തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ ഇവിടെ നിൽക്കുന്നത് പുറത്തു പോണോ? ജഗതി പറയും, അതെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ? എന്റെ ഒരു സംശയമാണ്. സുസ്മിതയ്ക്കും അല്ല, ഈ വീട്ടിലെ ഭർത്താവ് ഞാനാണോ അതോ നീയാണോ? അല്ല ഞാൻ ചോദിക്കുന്നില്ല, നാട്ടുകാർ ചോദിക്കുന്നതാ. സുസ്മിത പറയും, ചോദിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് വരാൻ പറ, മറുപടി ഞാൻ കൊടുത്തോളാം. ജഗതി വിചാരിക്കും, എന്റെ ദൈവമേ ഈ പിശാച്ചിന്റെ അടുത്ത് സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കിയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിലൊരു കൈ നോക്കാം. ഇതേസമയം സുസ്മിത ആണെങ്കിൽ ശ്യാമയുടെയും രോഹിത്തിന്റെയും ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ കണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രൊമോയില് ബസുമതി വന്ന് ഭാമ ഇങ്ങനെ ആൾക്കാരുടെ കയ്യില് പണം ചോദിച്ച് നടക്കുന്നതിനൊക്കെ പിച്ചക്കാരി എന്ന് പറഞ്ഞ് കളിയാക്കാണ്. പിന്നീട് സഹിക്കാനാവാതെ ഭാമ ശ്യാമയെ അടിച്ചു പുറത്താക്കുന്നതൊക്കെ ഉണ്ട്.